ഞാൻ എന്റെ രൂപം ഇങ്ങനെ ആയിപ്പോയി, എന്റെ അച്ഛൻ തിലകനായിപ്പോയി. മനുഷ്യത്വം ഇല്ലേ? ഇവരോട് ഇല്ലാത്ത സ്ത്രീ ഭയങ്കര അതൊക്കെ കുറവാ. എനിക്ക് അതൊക്കെ ഇവിടെ പറയാൻ പറ്റില്ല, എന്റെ ചാനലല്ലേ. അതിൽ ഏറ്റവും വലിയ ഒരു അവസ്ഥ എനിക്ക് പറ്റിയത്, ഞാൻ ചെയ്ത ഒരു പടത്തിന്റെ ബാക്കി ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അത് എന്നെ സംഭവിച്ചില്ല. ഞാനിപ്പം പറയുന്നത്, ഞാൻ എൻ്റെ ആ ഒരു ഇതിൻ്റെ പീക്ക് ടൈമിൽ ഞാനിതുവരെ അതിനെക്കുറിച്ച് ഒരു അക്ഷരം ഞാൻ പറയുന്നില്ല. പക്ഷേ അതെനിക്കൊരു വലിയൊരു വിഷമമായി. കാരണം എൻ്റെ തൊഴിലിനോട് ഇത്രയും കാലം ഞാൻ ജീവിച്ച് പോകുന്ന സാഹചര്യം, കല കൊണ്ട് ജീവിച്ചല്ലെങ്കിൽ സ്റ്റേജ് കൊണ്ടോ ക്യാമറയ്ക്ക് മുമ്പിലേക്ക് വരുന്നത് പിന്നീടാണ്, ഇപ്പോഴാണ്. എൻ്റെ ആ ഒരു വേഷത്തോട് കൂടി ഞാൻ നീതി പുലർത്താൻ സാധിച്ചില്ലല്ലോ എന്നുള്ള കുറ്റബോധം എനിക്ക് ഇപ്പോഴും ഉണ്ട്. അത് തീരത്തുമില്ല. എന്തൊരു ബഹളമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ആ പ്രൊഡക്റ്റ് കണ്ടിട്ട് പിന്നെ തൃപ്തി തോന്നിയോ? ഇല്ല, ഞാൻ കണ്ടില്ല, ഞാൻ കാണുകയില്ല. അങ്ങനെ ഒരാഴ്ച മൊത്തം ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്, ഒരാഴ്ചയോളം നിർത്താതിരുന്ന് കരഞ്ഞിട്ടുണ്ട്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് എനിക്കുള്ളത് എനിക്ക് തന്നെ വരും. പഴഞ്ചൊല്ലുകൾ നമ്മള് മറ്റേ നെറ്റി അടിച്ച് പൊളിഞ്ഞു, അപ്പൊ പറയാണ് ഭാഗ്യം കണ്ണി കൊള്ളേണ്ട നെറ്റി പൊളിഞ്ഞിരിക്കുകയാണ്. ഈ വിനയ് ശ്രീനിവാസിനെ എവിടെ നിന്നൊക്കെയോ കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ് ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചത്. അപ്പൊ ഇവൻ മനോജ് കെ ജയൻ ഇൻസ്പെക്ടർ ആണല്ലോ. മനോജ് ചേട്ടൻ ഒരു ദിവസം ഷൂട്ടിംഗ് ഇടയിൽ ചോദിച്ചു, വിനി ഇത് ഇങ്ങനെയൊക്കെ എഴുതാൻ കാരണം എന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. ചേട്ടനെ ചവിട്ട് കിട്ടുന്ന Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ഒരു സംഘം പോലീസുകാർ ഒരു പ്രശ്നത്തെ ഒന്നായി നേരിടുന്നു. ഈ ഒരു തീമിൽ വരുന്ന സിനിമകളൊക്കെ വലിയ വിജയമായിട്ടുണ്ട്. തമിഴിൽ കൈതി, മലയാളത്തിൽ നായാട്ട്, അങ്ങനെയുള്ള സിനിമകൾ. ദൃഢം ആ ഒരു ശ്രേണിയിൽ വരുന്നൊരു സിനിമയാണോ? എന്താണ് ഈ പോലീസുകാരുടെ പ്രശ്നം? എന്താണ് അവരുടെ മാത്രം പ്രത്യേകത? ചോദിച്ചറിയാം. ദൃഢം എന്ന സിനിമയുടെ സംവിധായകൻ മാർട്ടിനുണ്ട്. സിനിമയിൽ പ്രധാനപ്പെട്ട വേഷങ്ങൾ അഭിനയിച്ച ദിനേശ് പ്രഭാകറുണ്ട്, കൃഷ്ണപ്രഭയുണ്ട്, ശോഭി തിലകനുണ്ട്, കോട്ടയം രമേശ് ചേട്ടനുണ്ട്. നമസ്കാരം. നമസ്കാരം. എന്താണ് ഈ സംഘം പോലീസുകാരുടെ മാത്രം പ്രത്യേകത? ഈ സംഘം പോലീസുകാരുടെ മാത്രം പ്രത്യേകത, നമ്മുടെ നായകൻ വിജയ്, ഷെയ്ൻ ചെയ്യുന്ന ക്യാരക്ടർ വിജയ് രാധാകൃഷ്ണൻ, പുതിയതായിട്ട് ചാർജെടുക്കുന്ന ഒരു SI ആണ്. പുള്ളിയുടെ സർവീസിൽ ആദ്യത്തെ പോസ്റ്റിംഗാണ്. പുള്ളി ഒരു സ്റ്റേഷനിലേക്ക് ചാർജെടുക്കാൻ വരുന്നു. പുള്ളി അവിടെ ചാർജ് എടുത്തു കഴിഞ്ഞ് അവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അത് പുള്ളി തുടക്കക്കാരനാണല്ലോ, പുള്ളി അതെങ്ങനെ സർവൈവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവരുടെ ഹെൽപ്പോടുകൂടെ പുള്ളി അതെങ്ങനെ സർവൈവ് ചെയ്യുന്നു, അത് ഇവരെങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നതാണ് ദൃഢം. അത് പുള്ളിയുടെ ഒരു ക്യാരക്ടറിന്റെ ഒരു ഇമോഷൻസിൽ കൂടെ പോകുന്ന സിനിമ. ഈ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കണ്ടിരിക്കുന്നവരെ ഏറ്റവും അധികം വെറുപ്പിച്ച രണ്ട് പോലീസുകാരെ ചെയ്ത ആളുകളാണ് ദിനേശ് ചേട്ടനും അതുപോലെ കോട്ടയം രമേശ് ചേട്ടനും. ഇപ്പോ അഭിനയിച്ചു കൊളവാക്കല്ല, ആ ക്യാരക്ടർ ചെയ്യുന്ന പ്രവർത്തികളോടുണ്ടാവുന്ന ഒരു വെറുപ്പ്, അങ്ങനെയാണ്. അല്ലാതെ നിങ്ങളുടെ അഭിനയം മോശമായതുകൊണ്ടല്ല, അങ്ങനെയും വെറുപ്പുണ്ടാവുന്ന ഒരു ഭംഗിയാണ്. അന്താക്ഷരിയിലെ കൃത്യമായിട്ട് ജാതി പറയുന്ന, എല്ലാ കാര്യങ്ങളിലും കൃത്യമായിട്ട് നായർ പെരുമയൊക്കെ നോക്കുന്ന ഒരു കഥാപാത്രം. തട്ടത്തൻ മറയത്തിലെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ പോയി അടി വാങ്ങിക്കുന്ന പോലീസ് കഥാപാത്രം. ഇതൊക്കെ ഈ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും സ്വന്തമായി കണ്ടിട്ടുള്ള അല്ലെങ്കിൽ സ്വന്തമായി കടന്നുപോയിട്ടുള്ള മോശം പോലീസുകാരെ ഓർക്കാറുണ്ടോ രണ്ടുപേരും? തീർച്ചയായിട്ടും. എനിക്ക് എൻ്റെ വളരെ ചെറുപ്പത്തില്, പക്ഷെ അവരന്ന് ചെയ്തത് ഒരു പക്ഷെ നല്ലതായിരിക്കും, നമുക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മളായിരുന്നു മോശം അല്ല, അവരിത് ചെയ്യുമ്പം നമ്മള് കൊച്ചുകുട്ടിയല്ലേ എന്നത് ആ സമയത്ത് നിക്കർ പോലീസുകാരാണ് കുമ്പം തുപ്പിയൊക്കെ വെച്ച് ആ കാലഘട്ടമാണ്. എനിക്ക് അന്നും പോലും മനസ്സിൽ പോലീസിനെ കുറിച്ചുള്ള ഒരു സങ്കല്പം ഉണ്ടല്ലോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫ്രെയിമിലേക്ക് പോയി ആ ഒരു കൺസെപ്റ്റോട് കൂടിയാണ് പിന്നീട് നമ്മൾ പോലീസുകാരെ കാണിക്കുന്നത്. ഈ ചീട്ടുകളിക്കാരെ ഓടിച്ചിട്ട് പിടിക്കുക, അപ്പോൾ ഓരോ ഓടിച്ചിട്ട് പിടിക്കുക, അപ്പോൾ അവർ തുണിയൊക്കെ പറഞ്ഞു പോകുമ്പോഴും അതെല്ലാം കൂട്ടി കുത്തിന് പിടിച്ച് എടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എൻ്റെ അച്ഛന് കവലയിൽ ചായക്കട ആയിരുന്നുകൊണ്ട് അതാണ് കൂടെ ഇരുന്ന് കാണാനുള്ള അവസരമൊക്കെ ഉണ്ടായത്. ആ പ്രദേശത്താണല്ലോ കൂടുതൽ ആളുകൾ വരുന്നത്. അപ്പം അങ്ങനെ ഒക്കെ വന്നുകൊണ്ട് ആ പോലീസുകാരെ കുറിച്ചുള്ള ഒരു ധാരണ അങ്ങനെയായിരുന്നു. ആദ്യം പോലീസായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ഓർമ്മയുണ്ടോ ലൈഫിൽ, ജീവിതത്തിൽ ആദ്യം പോലീസുകാരനായിട്ട് അഭിനയിക്കുന്നത്? റിയൽ ആയിട്ട് ഈ പറയുന്നത് ഇലക്ഷൻ സമയമാകുമ്പോൾ ചായക്കടയിൽ ഈ പോലീസുകാരൊക്കെ വരും ചായ കുടിക്കാൻ. അല്ല, അവർ അത് കഴിഞ്ഞതിന് ശേഷം പാൻറ്റും നിക്കറുമൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം ഒക്കെയുള്ള അതിനോടനുബന്ധിച്ചുള്ള പോലീസുകാർ അങ്ങനെയൊക്കെ ഉള്ളവര് ആ സമയത്ത് നേരത്തെ വരുമായിരുന്നു, പക്ഷെ ഭയങ്കര പേടിയാണ് അവര്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതായിരുന്നു പോലീസ് സങ്കല്പം എന്നുള്ളത്.
ദിനേശ്വര ഈ രീതിയിൽ നമ്മളെ എന്ത് പറഞ്ഞാലും നമ്മുടെ പേര് പറഞ്ഞാൽ എന്താ ഈ നിനക്കാണോ ഈ പേര് എന്നൊക്കെ ചോദിച്ചിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിടുന്ന വസ്ത്രം, അല്ലെങ്കിൽ നമ്മുടെ ബട്ടൺ അൺസിപ്പ് ആണെങ്കിൽ അതിന്റെ പേരിലൊക്കെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമ്മൾ ഇടിക്കാനൊരു ഗ്യാപ്പ് കിട്ടിയാൽ അത് നോക്കുന്ന പോലീസുകാരും ഉണ്ടല്ലോ. അവരുടെ നിന്നാണോ ഈ തട്ടത്തൻ മറയത്തിലെ പോലീസുകാരനായത്? അല്ല, നമ്മൾ ചെറുപ്പം മുതൽ ഈ പോലീസ് എന്ന് പറയുന്നത് നമ്മളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഒരു പേടിയാണല്ലോ. നമ്മൾ കളിയിലിരിക്കുമ്പോൾ പോലീസ് ജീപ്പിന്റെ ശബ്ദം കേൾക്കുമ്പോൾ എഴുന്നേറ്റ് ഓടുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു കോൺസെപ്റ്റ് നിന്നാണ് നമുക്ക്. കാരണം നമുക്ക് അങ്ങനെ ഇവരുമായിട്ട് ഡയറക്റ്റ് എൻകൗണ്ടർ വന്നിട്ടില്ല, ഒരിക്കൽ പോലും പോലീസ് സ്റ്റേഷനിൽ കയറുകയോ അങ്ങനത്തെ ഒരു പരിപാടിക്ക് പോയിട്ടില്ല. ഇവരെ ദൂരത്ത് നിന്നാണ് നമ്മളെപ്പോഴും മാറി നിന്ന് വീക്ഷിക്കുന്നത്. സിനിമയിലെത്തിയതിനു ശേഷമാണ് നമ്മൾ ജീവിതത്തിൽ പോലീസായിട്ട് അഭിനയിക്കേണ്ടി വരുമല്ലോ എന്നുള്ളൊരു ചിന്ത വരുന്നത്. അപ്പൊ നമ്മൾ കണ്ടതും കേട്ടതുമായിട്ടുള്ള വാർത്തകളും നമ്മൾ കണ്ട പോലീസുകാരുടെയൊക്കെ മാനറിസംസ് അറിയാൻസ് വരുമല്ലോ. ഇത് ഇപ്പൊ ഈ സിനിമയുടെ സമവാക്യങ്ങൾ മാറി ആക്ഷൻ ഹീറോ ബിജു ഒക്കെ വന്നുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനും പോലീസുകാരൊക്കെ കുറച്ചും കൂടി ജനകീയമായി, ആംബിയൻസ് കുറച്ചും കൂടി ലൈവായി. പണ്ടൊരു ഡ്രമാറ്റിക് അവസ്ഥയാണ്. ആദ്യം പറഞ്ഞ പോലെ ഈ കോൺസ്റ്റബിൾ കുട്ടൻപിള്ള എന്നൊക്കെ വിളിക്കുമ്പോഴത്തേക്കും മറ്റേ പേര് വിളിക്കല്ല, നമ്പർ അങ്ങനെ വിളിക്കുള്ളൂ. ആ സാധനമൊക്കെ മാറി ഇപ്പൊ ഒരു ഇതായല്ലോ. അപ്പോൾ കുറെ തരം പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇതിന് മുമ്പത്തെ ഇന്റർവ്യൂവിലും പറഞ്ഞു, അങ്ങനെ പോലീസ് വേഷന് വിളിക്കുമ്പോൾ പയ്യെ അതിൽ നിന്ന് ഊരാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാവും. കാരണം എന്നും രാവിലെ ഷേവ് ചെയ്യണം, ഈ പോലീസ് ഗെറ്റപ്പിൽ മുടി വെട്ടണം, പിന്നെ ഈ പിന്നെ പോലീസ് വേഷം ഒരെണ്ണം ചെയ്തു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത പടത്തിലൊക്കെ പോലീസ് എന്ന് പറഞ്ഞ് വിളിക്കും. അപ്പോൾ ഒരു ടൈപ്പ് കാസ്റ്റഡ് ആയി പോകുന്നുള്ള ഒരു പേടിയൊക്കെ ഇതിലുണ്ട്. ഇതിന്റെ മെയിൻ അട്രാക്ഷൻ ഈ ടീമായിരുന്നു. തമിഴിലൊക്കെ പോയി രണ്ട് പടത്തിലും പോലീസായിരുന്നു. കാർത്തിയുടെ ഒപ്പം ഒരു പടം അതും പോലീസായിരുന്നു. അപ്പൊ ഈ പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ സൈഡിൽ കൂടെ ഇങ്ങനെ താടിയാണ് വേറെ കണ്ടിന്യൂറ്റി ഇങ്ങനെ നടക്കുമ്പോഴാണ് ഒരു പോലീസ് വേഷം, അയ്യോ ഇത് കണ്ടിന്യൂറ്റി ആയി ഒരു താടി പഠിക്കാം, അങ്ങനെ രക്ഷപ്പെടുന്നത്. ഇത് പക്ഷെ അങ്ങനെയല്ല. ഇത് ആദ്യം കോളും ജിത്തു സാറിന്റെ അവിടെ നിന്നാണ് വരുന്നത്, മാറ്റിനാണ്. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ദൃശ്യം 2 വർക്ക് ചെയ്തതാണ്. അപ്പോൾ പരിചയമുണ്ട് പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ചിന്തിച്ചില്ല എന്തായാലും ചെയ്യാന്ന് വെച്ചു. കഥ പോലും കേട്ടിട്ടില്ല. പക്ഷെ കഥ കേട്ടപ്പോൾ കൂടുതലുണ്ട്. ഷോ സംതിങ് ഈസ് ഡിഫറെന്റ്. അത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അല്ലാത്ത ഒരു ടീം ഓഫ് പോലീസ്. ഈ മാർട്ടിൻ പറഞ്ഞിട്ടുണ്ടോ എനിക്കല്ല, ഒരു റെയർ ഓഫ് ടീമിനെയാണ് ഇതിൽ ചെയ്തത്. അപ്പൊ ഞാൻ ഷെയ്ൻ്റെ ഒപ്പം വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഷെയ്ൻ്റെ ഒപ്പം വർക്ക് ചെയ്യാനൊരു ചാൻസായി. അപ്പോൾ ഇവർ രമേശ് ചേട്ടനുണ്ട്, ശോഭിത് ചേട്ടൻ, കൃഷ്ണപ്രഭ, പിന്നെ നന്ദനുണ്ണി, വിനോദ് ബോസ്, കുറച്ച് നമ്മളുടെ സുഹൃത്തുക്കളാണ്. പക്ഷെ സിനിമയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യാത്ത കുറച്ച് പേരുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ടീമപ്പായി. അപ്പൊ ഈ മാറ്റം പറഞ്ഞ പോലെ ഒരു സ്ഥലത്തൊരു കുഴിനിലം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ആദ്യമായിട്ട് ചാർജ് എടുക്കാൻ വരുന്ന ഒരു SI യും. അപ്പൊ അവിടെ ഒരു കോഴിയെക്കട്ട കേസ് പോലും ഇല്ലാത്ത സ്റ്റേഷനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ SI ഇല്ല, മറ്റേ ASI ഉള്ളൂ. അപ്പൊ അങ്ങോട്ട് ജസ്റ്റ് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് വരുന്ന ഒരു SI വരുന്നു. പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങുന്നു. അപ്പോൾ എല്ലാവരും ഇതിൽ ഇൻവോൾവ് ആവുന്നു. പിന്നെ അതിനെ എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളുടെ പടത്തിന്റെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ പോലീസ് വേഷം ആസ് ഇറ്റ് ഈസ് ഇതിലൊരു നോർമൽ പോലീസ് വേഷം തന്നെയാണ്. പക്ഷെ ആസ് എ ടീം ഭയങ്കര എൻജോയബിൾ ആയിട്ടുള്ളൊരു വർക്കായിരുന്നു. എനിക്ക് പ്രിസൈസ്ലി ആ തട്ടത്തന്മറയത്തിലെ പോലീസുകാരനെ എന്തായിരുന്നു അവതരിപ്പിക്കുമ്പോൾ ഉണ്ടായിരുന്ന മാനസികാവസ്ഥ എന്ന് പറയും. അത് വിടൂല, എനിക്കത് കേൾക്കണം. അത് എന്ന് വെച്ചാൽ അതിന്റെ ഓരോ ന്യൂആൻസും ശരിക്കും വിനീത് ശ്രീനിവാസനാണ്. ഈ വിനീത് ശ്രീനിവാസിനെ എവിടെ നിന്നൊക്കെയോ കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ് ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചത്. അപ്പൊ ഇവൻ മനോജ് കെ ജയൻ ഇൻസ്പെക്ടർ ആണല്ലോ. മനോജ് ചേട്ടൻ ഒരു ദിവസം ഷൂട്ടിങ്ങിനിടെ ചോദിച്ചു, വിനീത് ഇത് ഇങ്ങനെയൊക്കെ എഴുതാൻ കാരണം എന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അതായത് വിചിത്രമായ രീതിയിലാണ് പോലീസുകാർ വാക്കുകൾ ഉപയോഗിക്കുന്നു, പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് ചീട്ട് കളിക്കുന്നു, ഇങ്ങനെയൊക്കെ ഈ പോലീസുകാർ തന്നെ. അപ്പൊ ഇത് എവിടെ വെച്ച് പറഞ്ഞു, നിനക്കിത് എവിടെ നിന്നാണ് ഈ സാധനം കിട്ടിയെന്ന് ഇങ്ങനെ മനോജ് ചേട്ടൻ ചോദിച്ചു വന്നു. കാരണം നോർമൽ പോലീസുകാർ ചെയ്യുന്ന പോലെ അല്ല ചെയ്യുന്നത്. അപ്പോൾ ഇത് മുഴുവൻ വിനീതിന്റെ സൃഷ്ടിയാണ്. വിനീത് അത് എവിടെന്നോ, അപ്പൊ അവൻ ചിരിച്ചിട്ട് ചേട്ടാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞു. അതായത് അത് അവൻ എവിടെന്നോ കണ്ടിട്ടോ കേട്ടിട്ടോ അല്ലെങ്കിൽ ഭാവനയിൽ മെനഞ്ഞെടുത്ത ഒരു സംഭവമാണത്. എനിക്ക് വല്ലാത്ത സാറ്റിസ്ഫാക്ഷൻ ആണ് ചേട്ടനെ ചവിട്ട് കിട്ടുന്ന. അപ്പോ അങ്ങനെ ഈ പോലീസ് വേഷം വരുമ്പോ പൊതുവെ എല്ലാവരും ഈ പറഞ്ഞ ഇപ്പൊ ശോഭിത് ചേട്ടന് വെറുതെ നടക്കുമ്പോൾ പോലും നമ്മള് മഫ്റ്റിയിൽ പോലീസുകാരൻ നടക്കണമെന്ന് തോന്നുന്നു. അതാണ് ലുക്ക്. അപ്പൊ അതുകൊണ്ടാണ് ഈ പോലീസ് വേഷം എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ നമ്മുടെ പോസ്റ്ററിലേക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും, ഒരു ഡിഫറെന്റ് ടീം അപ്പ് ചെയ്തിട്ട് നമ്മളൊരു പുതിയ ആദ്യം സൂചിപ്പിച്ച പോലെ ഒരു ഗ്രൂപ്പ് ഓഫ് പോലീസുകാരെ ഇറങ്ങുകയാണ് ഇതിനെതിരായിട്ട്. ദൃഢം. എന്താ ഈ പോലീസുകാരിയുടെ പ്രത്യേകത? ഈ പോലീസുകാരി അങ്ങനെ ഭയങ്കര പ്രത്യേകത ഉള്ള അങ്ങനെ പറയാൻ പറ്റത്തില്ല. അതിന്റെ അകത്ത് രമ്യ സുരേന്ദ്രൻ പണ്ട് മലയാള സിനിമയിൽ പോലീസുകാരി എന്ന് പറയുമ്പോൾ ഒരു ടെംപ്ലേറ്റ് ഉണ്ടായിരുന്നു. ഒന്നില്ലെങ്കിൽ അവർ കോമഡിക്ക് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ അവർ മണ്ടിയായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ഡയലോഗുകളൊന്നും ഉണ്ടാവില്ല. റീസെന്റ് ആയിട്ടാണ് അവർ കുറച്ചുകൂടി തിങ്ക് ചെയ്യാനൊക്കെ തുടങ്ങുന്ന പോലീസൊക്കെ ആയി മാറി തുടങ്ങി. ഇപ്പൊ നായാട്ട് വന്നപ്പോ കുറെ മാറി, അല്ലെങ്കിൽ റോന്തില് 5-ാം പതിലൊക്കെയാണ് കുറച്ച് മാറി വന്നു തുടങ്ങി. അതിപ്പോ ഇവിടെ മാത്രമല്ല, ഇപ്പൊ ഹിന്ദിയിലായാലും ഒക്കെ മറുതാനി ഒക്കെ വന്നു തുടങ്ങിയ സമയത്ത്. അപ്പൊ
ദൃഢം അവിടെ എവിടെ പ്ലേസ് ആവുന്ന ഈ രമ്യ സുരേന്ദ്രൻ വളരെ മെച്ചൂർഡ് ആയിട്ടുള്ള ഒരു പോലീസായിരുന്നു. പണ്ടത്തെ ഇപ്പൊ കോമഡിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോലീസായിരുന്നു. ഇപ്പൊ ഞാൻ ഇത് താണ്ട പോലീസ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സിനിമയില് പോലീസായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കുറച്ച് ഹ്യൂമർ ടച്ച് ഉണ്ട് എന്നാ കാര്യത്തോടെ അടുക്കുമ്പോൾ അവരുടെ പോലീസ് സ്റ്റേഷന്റെ സീരിയസ്നെസ് അത് ഇതെല്ലാം പോകുന്നുണ്ടെങ്കിൽ കൂടിയും ഇതങ്ങനെയല്ല. നമ്മൾ സ്റ്റോറിക്ക് അനുസരിച്ച് കഥയ്ക്ക് അനുസരിച്ച് കുറച്ച് മെച്ചുവേർഡ് ആയിട്ടുള്ള ഇവരിപ്പോ കുറച്ച് വർഷം വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് അതിൻ്റെ ഒരു സീരിയസ്നെസ് ഉണ്ട്. കുറച്ച് ഇമോഷണലി ആയിരുന്നെങ്കിലും ഒക്കെ രമ്യ സുരേന്ദ്രൻ അങ്ങനെ ഒരു അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പിന്നെ ഇവരുടെ എല്ലാവരുടെയും കൂടെ ഞങ്ങളാകെ 2 പെൺപിള്ളേരുണ്ടായിരുന്നുള്ളൂ കേട്ടോ. സാനിയ ഒരു പോലീസുകാര്, ഞാനും ഒരു പോലീസുകാരുണ്ട്. അപ്പം പുള്ളിക്കാരത്തി കുറച്ചുകൂടെ എന്നെക്കാളും ജൂനിയർ ആണ്. അപ്പൊ എനിക്ക് അതിൻ്റെതായിട്ടുള്ള, ഞാൻ സീനിയർ ആയതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെതായിട്ടുള്ള കുറച്ചൊരു സീരിയസ്നെസ് ഉണ്ട്. കുറച്ചുകൂടെ അറിയാം ഇവരെക്കാളും. വെറും സ്റ്റേഷനിലെ ബാക്ക്ഗ്രൗണ്ട് പോലീസുകാരികളല്ല, എല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ചെയ്യുന്ന ഞങ്ങളുടെ ഒപ്പം ഈക്വൽ ഇതുള്ള പോലീസുകാരികൾ തന്നെയാണ് രണ്ടുപേരും. ചേട്ടാ, ഈ അച്ഛൻ്റെ രൂപം ഉള്ളത് കൊണ്ടും പിന്നെ അതേപോലെ തന്നെ ശബ്ദം ഉള്ളത് കൊണ്ട് ആളുകൾ അനാവശ്യമായിട്ട് ശോഭി ചേട്ടനെ സീരിയസ് ആയിട്ട് എടുക്കുന്നു, അങ്ങനെ തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? അതായത് രണ്ടാമത്തെ ഒരു അധിക ബഹുമാനം, വല്ലാത്തൊരു അകൽച്ച, അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അധിക ബഹുമാനം ഞങ്ങൾ കൊടുക്കാറില്ല. അനാവശ്യമായിട്ടല്ല, ഒരു അകൽച്ച, അതായത് അടുത്താൽ പേടിയാവോ, ഒരുപാട് സീരിയസ് ആയിരിക്കും, അങ്ങനെ ഒരുപാട് പേര് ഉണ്ട്. അങ്ങനെ സംഭവം എനിക്ക് പരിചയപ്പെടുന്നതിനും എന്റെ രൂപം കണ്ടിട്ടായിരിക്കാം ചിലപ്പോൾ, എനിക്കറിയില്ല. പലരും നമ്മളോട് ഒത്തിരി ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുകയുള്ളൂ. പിന്നീട് നമ്മളോട് ഇടപഴകി കഴിയുമ്പോഴേ ഞാൻ അങ്ങനെ ഒരു മൊരടനല്ല എന്ന് ഫീൽ ചെയ്യുള്ളൂ. പക്ഷെ എന്റെ ഒരു പരിചയത്തില് ഏറ്റവും ഇപ്പൊ ഈ കാലഘട്ടത്തൊക്കെ ഒരു ലിങ്ക് വെച്ച് പറയുന്നത് ഏറ്റവും ജെൻസി വൈബുള്ള ഒരു പൂക്കിയാണ് നല്ല രസമാണ്. ഇപ്പൊ നമ്മൾ എന്ത് കാര്യത്തിനെ പറ്റി സംസാരിച്ചാലും നമ്മുടെ ശോഭി ചേട്ടന്റെ ഒരു ലെവൽ ഓഫ് തിങ്കിങ് ഒരു തിലകൻ ബൈബിൾ ഉത്തരം വരുമെന്നല്ല നമ്മൾ പ്രതീക്ഷിക്കുക. പ്രണയത്തിനെ പറ്റി ചോദിച്ചാൽ നല്ല രസമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും. നല്ല രസമാണ് സംസാരിക്കാൻ. അതെ അതെ പറഞ്ഞോളൂ. അല്ല പറ്റില്ല, നമുക്ക് ഞാൻ എന്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഞാനൊക്കെ പെരുമാറുന്നുള്ളതേ ഉള്ളൂ. അങ്ങനത്തത് അങ്ങനെ പൂക്കിയാണോ അങ്ങനെയാണോ അത് നിങ്ങളുടെ ഇപ്പോഴത്തെ നന്നായിട്ട് കോമഡി പറയും, അല്ലെങ്കിൽ പാട്ട് പാടും, അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ ഇത് പലരും പുറമേ നിന്ന് കാണുമ്പോ ഒരു ദൈവമേ. അല്ല, പൊതുവെ ആളുകൾക്ക് എന്നെ കാണുമ്പോ പുള്ളി ചൂടനാന്ന് തോന്നുന്നു, അതെ, ഒരു പേടിയുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടുള്ളതാണ്. പക്ഷെ അത് പിന്നീടേ മാറുള്ളൂ. അതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ എന്റെ രൂപം ഇങ്ങനെ ആയിപ്പോയി, എന്റെ അച്ഛൻ തിലകനായി പോയി. സൗണ്ട് ഒരു ഫാക്ടറാണ്. സൗണ്ട് അല്ല, ചോദിച്ചാൽ നമ്മള് റാമില് ഒരുമിച്ച് വർക്ക് ചെയ്യാറുണ്ടല്ലോ, ആ സമയത്ത് എനിക്കിങ്ങനെ തോന്നിയത് ഭയങ്കര ഭീകരനാണ്. പക്ഷെ നമ്മൾ ഒരുമിച്ച് പുറത്ത് അടുത്തിടുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ ആള് ഭയങ്കര. ഈ സിനിമയിൽ ഇപ്പൊ എന്റെ കൂടെ ഇപ്പൊ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരാണ് അതിനകത്ത്. നന്ദനുണ്ണി, വിനോദ് ബോസ്, സാനിയ, ഇവരൊക്കെ എന്റെ കൂടെ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. ദിനേശിനെ എനിക്ക് നേരത്തെ അറിയാം, കൃഷ്ണപ്രഭയെ നേരത്തെ അറിയാം, രമേശ് ചേട്ടനെ നേരത്തെ അറിയാം. പക്ഷെ അവർക്കൊക്കെ ആദ്യം എൻ്റെ അടുത്ത് സംസാരിക്കാനൊക്കെ ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അത് ഇപ്പോഴാണ് അവർ പറയുന്നത് കേട്ടോ, അന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് പറയുന്നത്. ആദ്യം ഭയങ്കര ഒരു ചൂടനാണോ എന്നൊക്കെ ഒരു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴേക്കും വളരെ ക്ലോസ് ആയി. അത് നമ്മൾ ലൊക്കേഷനിലെ എനിക്ക് തോന്നുന്നു ദൃഢത്തിൻ്റെ ഷൂട്ടിങ്ങോടുകൂടി എൻ്റെ ആ ഒരു എന്താ പറയുക ഒരു മാസ്ക് അങ്ങ് അഴിഞ്ഞു വീണു. ഇപ്പൊ മലയാള സിനിമ അധികമൊന്നും ഈ പോലീസുകാരുടെ ഒരു ഫാമിലി സ്പേസ് എക്സ്പ്ലോർ ചെയ്യാത്തൊരു ടൈമിലാണ് കിരീടം വരുന്നത്. ഇപ്പൊ അച്യുതൻ നായർക്ക് മുകളിലൊരു വേദനിക്കുന്ന ഒരു പോലീസുകാരനെ എഴുതുകയോ അവതരിപ്പിക്കുകയോ ചെയ്യുന്നത് വളരെയധികം ടാസ്ക് പിടിച്ചൊരു കാര്യമായിരിക്കും. അപ്പൊ ഈ യൂണിഫോം ഇട്ടിട്ട് കണ്ണടയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അറിയാതെ അച്യുതൻ നായർ ഓർക്കുവോ എപ്പോഴെങ്കിലും ശോഭി ചേട്ടൻ? അല്ല, അത് യൂണിഫോം ഇടുമ്പോഴല്ല, ഏത് ക്യാരക്ടർ ചെയ്യാൻ പോകുമ്പോഴും ഞാൻ അച്ഛനെ ഓർത്തിട്ടേ പോകാറുള്ളൂ. കാരണം ഞാൻ എൻ്റെ ഉള്ളിലുള്ള കഴിവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുള്ളിയിൽ നിന്ന് കിട്ടിയതാണ്. പുള്ളിയെ ഒബ്സർവ് ചെയ്താണ് ഞാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ഷൂട്ടിങ്ങിനൊന്നല്ല, ഡബ്ബിങ്ങിനൊന്നല്ല, ഞാൻ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോഴേക്കും, രാവിലെ റെഡിയായി ഇറങ്ങുമ്പോഴേക്കും അച്ഛ കൂടെ ഉണ്ടായിരിക്കണേ എന്ന് പറഞ്ഞിട്ടേ ഞാൻ പോകാറുള്ളൂ. അപ്പോൾ എപ്പോഴും അച്ഛനെ ഓർത്തിട്ട് തന്നെയാണ് പോകുന്നത്. അതിപ്പോൾ പോലീസ് വേഷം ചെയ്യുമ്പോൾ, കാരണം അച്ഛൻ പോലീസ് വേഷം മാത്രമല്ല ഒരുപാട് വേഷം. അപ്പോൾ അതുകൊണ്ട്, പക്ഷേ അച്ഛൻ്റെ പോലീസ് വേഷങ്ങൾ നല്ല കുറേ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. പിന്നെ അറിയാതെ പുള്ളിയുടെ മാനറിസങ്ങൾ നമുക്ക് വന്നു പോകുന്നതാണ് നമ്മുടെ രൂപത്തിൽ. ഈ കൃഷ്ണകുറുപ്പിന് അങ്ങനെ അച്യുതൻ നായരുടെ എന്തെങ്കിലും ചെറിയ ചായ ഉണ്ടോ? കുറച്ച് നന്മയൊക്കെ ഉണ്ടോ? ഏത് ഈ സിനിമ?
അല്ല, കൃഷ്ണക്കുറുപ്പ് എന്നാണ് പേര്. ആ. ഈ പറയുന്ന സ്റ്റേഷനിലെ ASI ആണ്. ആ. ഇതിനു മുമ്പ് ഈ നമ്മുടെ ഷെയ്ൻ്റെ ക്യാരക്ടർ ഇവിടെ ജോയിൻ ചെയ്യാൻ വരുന്നതിന് മുമ്പ് വരെ ആ സ്റ്റേഷനിലെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് ഞാനാണ്. അത് വളരെ ഗ്രാമപ്രദേശത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനാണ്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വളരെ സമാധാനപരമായി പോകുന്ന, ഇപ്പൊ നേരത്തെ ഇങ്ങനെ പറഞ്ഞ പോലെ പോക്കറ്റടി കേസ് പോലും ഇല്ലാതിരുന്ന ഒരു സ്റ്റേഷനാണ്. അവിടേക്ക് പുതിയ ഒരു SI ചാർജ് എടുക്കാൻ വരുന്നു. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു പോലീസുകാരൻ, കൃഷ്ണേട്ട എന്നാണ് എന്നെ വിളിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടർ. ദിനേശനെ കാണുമ്പോൾ പറയണമെന്ന് ചോദിച്ചാൽ സ്പായിലെ ഒരു അതിഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഒരാൾക്കും അത് എളുപ്പത്തിൽ മാച്ച് ചെയ്യാൻ പറ്റാവുന്നതല്ല. കാരണം കെട്ടി മലയാളം പറഞ്ഞ് കാവ്യാത്മകമായി സംസാരിക്കുമ്പോൾ സ്ക്രീനിൽ നമ്മൾ കാണുന്നത് മൊത്തം 18+ ആയിട്ടുള്ള ഫണ്ണാണ്. അതങ്ങനെ ചെയ്തെടുക്കുക കൈയടക്കത്തോടു കൂടി എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ടാലന്റ്. കൺഗ്രാജുലേഷൻസ്. ഒട്ടും എളുപ്പമല്ല അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുക. അത് പറയുന്ന വാക്കുകളൊന്നും നമുക്ക് ഇപ്പൊ ശുഭ്രവർണ്ണം എന്നൊന്നും നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന വാക്കല്ലല്ലോ. അതൊക്കെ വെച്ചിട്ട് കോമഡി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇമ്മൻസ് ടാലന്റ് ആണ്. ടു ഗുഡ്. സ്പായ്ക്ക് ശേഷം, ഐ മീൻ സ്പാ എന്നുള്ള സിനിമയ്ക്ക് ശേഷം എത്രയൊക്കെ അനുമോദനങ്ങൾ വന്നു ചേർന്നിട്ടുണ്ടായിരുന്നു? സ്പാ കണ്ട എല്ലാവരും, അതായത് സാധാരണ ഒരു സിനിമ കണ്ട ചിലപ്പോൾ എല്ലാവരും അങ്ങനെ വിളിക്കാറില്ല. പക്ഷെ എനിക്ക് ആ സിനിമ കണ്ട എല്ലാവരും വിളിച്ചു. അതായത് കണ്ടിട്ടുള്ളവരൊക്കെ വിളിച്ചു. പിന്നെ അത് 18+ കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി ഫാമിലി ഓഡിയൻസ് ഒന്നും അങ്ങനെ സിനിമയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഇനി അത് ചിലപ്പോൾ OTT വരുന്ന സമയത്തായിരിക്കും കൂടുതൽ പേര് കണ്ടിട്ട് ഒരു അപ്രീസിയേഷൻ. പക്ഷെ ഒത്തിരി ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള ഒത്തിരി ഡയറക്ടേഴ്സും മറ്റെല്ലാവരും വിളിച്ചു ആ പടം കണ്ടിട്ട്. ഈ ഒരു ക്യാരക്ടറൈസേഷനെ കുറിച്ച് സംസാരിച്ചു. അത് സംവിധായകൻ അങ്ങനെ പറഞ്ഞു തന്നതാണോ, അത് സ്വന്തമായി കയ്യിൽ നിന്നിട്ട് പറഞ്ഞതാണോ, ആ ഒരു മോഡുലേഷനും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് റിവ്യൂ പറയുന്നത് പലരും പറഞ്ഞു. അത് ആ ഒരു വോയിസ് മോഡുലേഷനൊക്കെ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലാണ് അങ്ങനെയൊക്കെ പറയാൻ പറ്റുക എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചെടുത്ത് ചെയ്തതൊന്നുമല്ല. ഒരു ക്യാരക്ടർ വന്നപ്പോൾ നമ്മൾ ഇപ്പോൾ ഹ്യൂമർ, എന്നെ കൂടുതൽ സീരിയസ് വേഷങ്ങൾ ചെയ്യാനായിട്ടാണ് പലരും വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് പക്ഷേ ഏറ്റവും ഇഷ്ടം തമാശയാണ്, കോമഡിയാണ് എൻ്റെ ഒരു ജോണർ. പക്ഷേ ഈ ശോഭിച്ചേട്ടൻ്റെ മറ്റേ രൂപത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ ചിലപ്പോൾ രൂപം കണ്ടിട്ട് അങ്ങനെ എന്നെ സീരിയസ് വേഷങ്ങളിലേക്ക് വിളിക്കുന്നതായിരിക്കും. പക്ഷെ അപ്പോൾ എനിക്കൊരു ഹ്യൂമർ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയപ്പോൾ അതും ഒരു സെർട്ടിൽ ആയിട്ടുള്ള വേഷമാണല്ലോ. അത് ലൗഡ് കോമഡി ചെയ്യുകയും വേണ്ട. അപ്പം ഞാനത് എൻ്റെതായ രീതിക്ക് ചെയ്തു. പക്ഷെ അത് ഇത്ര അപ്രീസിയേഷൻ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഒത്തിരി പേര് കണ്ടിട്ട് സെക്കൻഡ് ഹാഫ് കുറച്ച് ടെൻഷനുള്ള ഒരു ഏരിയ സിനിമയുടെ. പക്ഷെ ഇദ്ദേഹം ഒരു പ്രത്യേക കാര്യം അന്വേഷിച്ചതിനകത്ത് വരുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു ചിരിയും, അയ്യോ എനിക്ക് ആലോചിക്കാൻ വയ്യ. അതിന് OTT വരുന്ന സമയത്ത് കൂടുതൽ ആക്ച്വലി ഞാൻ ആ സിനിമ കണ്ടിട്ട് ഞാൻ അമ്മയോട് പോയി കഥ പറയായിരുന്നു. കാരണം ഞങ്ങളൊരുമിച്ച സിനിമ ദിനേശേട്ടൻ ഒരു ചമ്മല്, അയ്യോ ആന്റിയോട് വരണ്ടെന്ന് പറയാം, ആന്റി വേണം വേറെ പോയി കണ്ടാ മതി എന്നൊക്കെ. എന്നിട്ട് ഞാൻ വന്നിട്ട് സിനിമയുടെ കഥ അമ്മയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കായിരുന്നു. അപ്പൊ അമ്മ പറയാണ് അതിനിപ്പോ ഈ പടത്തിന് ഞാൻ വന്ന എന്തായിരുന്നു ദിനേശേട്ടൻ അടുത്ത് ചോദിച്ചു, ഇതെന്താണ് എന്നെ കേട്ടോണ്ടിരുന്നത്? അമ്മയും നിങ്ങളും 2 18 വയസ്സ് കഴിഞ്ഞല്ലേ? അല്ലെങ്കിൽ 18+ എന്ന് പറയുമ്പോൾ ഇതില് ഇപ്പോ വേറെ പല ഹിറ്റായിട്ടുള്ള സിനിമകൾ 18+ല് ഭയങ്കര വയലൻസും കൊലപാതകവും കുട്ടികളെ കൊല്ലുന്നു അങ്ങനത്തെ സിനിമകൾക്കൊക്കെ ഫാമിലി ഓഡിയൻസ് പോകുന്നുണ്ട്. പക്ഷെ ഇത് പെട്ടെന്ന് എന്തോ റിവ്യൂല് ആളുകൾ ഇതൊരു ഫാമിലിക്ക് കാണാൻ പറ്റും അങ്ങനെയൊന്നും, അങ്ങനത്തെ ഒരു സീനുകളായിട്ടൊന്നും ഇല്ല എൻ്റെ. പക്ഷെ പ്രമേയം 18+ ആയിരുന്നു മാത്രം. അതുകൊണ്ടാണ്. പക്ഷെ അത് റിവ്യൂവേഴ്സ് എല്ലാവരും വളരെ നല്ല ഒപ്പീനിയനാണ് പറഞ്ഞത്. ഒരാളും പറഞ്ഞ കുറിച്ച് മോശം അഭിപ്രായം പറഞ്ഞില്ല. ജെന്യുവിനായിട്ടൊരു ബോൾഡ് അറ്റംപ്റ്റ് ആയിരുന്നു. അതെ അതെ അതെ. മലയാളത്തിൽ ആ ജോണറിൽ ഈ ഒരു കയ്യാലപ്പുറത്താണ് പോയാൽ ഇതൊരു വേറെ ജോണറിലേക്ക് ആയി പോവുകയും ചെയ്യും. ഹ്യൂമർ ഇങ്ങനെ പോവുകയും ചെയ്യണം ആ പടത്തിൽ. പക്ഷെ അത് നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങോട്ടേക്ക് അതുപോലത്തെ ഇനി അങ്ങനത്തെ ഒരു ജോണറിൽ ഒരു പടം ചെയ്യുമ്പോൾ ഇതിന്റെ മീതെയുള്ള ഒരു പടം ചെയ്യും. അതെ അതെ അതെ, അതൊരു ബെഞ്ച് മാർക്കാണ് ഡെഫിനറ്റ്ലി. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ പ്രായം എടുത്ത് ഞാൻ പറയല്ല, ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തെ മാറ്റാനോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ ഫിറ്റ്, അതായത് ഓടാനും ചാടാനും ഒക്കെ ഉള്ള രീതിയിൽ നമ്മുടെ ശരീരത്തെ ക്രമീകരിച്ച് വെക്കാനോ ഒക്കെ ഉള്ള ഒരു ആവേശമൊക്കെ ഒന്ന് കുറഞ്ഞു പോകും. പ്രത്യേകിച്ച് അവസരങ്ങൾ തുടങ്ങുന്നത് ഒരു 50 വയസ്സിനൊക്കെ അപ്പുറത്താണല്ലോ. അപ്പൊ ഇപ്പൊ ശരീരത്തെ നോക്കാനും അല്ലെങ്കിൽ ശരീരം മുഖത്തെ മാറ്റങ്ങൾ വരുത്താനൊക്കെ എത്രമാത്രം സജ്ജമാണ്? ഇല്ല, ഞാനൊന്നും ചെയ്യുന്നില്ല. പേഴ്സണൽ ട്രെയിനറൊക്കെ ഉണ്ട്. പേഴ്സണൽ ഷേവിംഗ് സെറ്റോ? അല്ല, സ്വാഭാവികമായിട്ട് കഴിവതും നമ്മുടെ മനസ്സ് ഓരോ സമയത്തും മനസ്സിന്റെ അവസ്ഥ അനുസരിച്ചാണ്. ഏതൊരു മനുഷ്യനും അങ്ങനെയാണെന്നാ എൻ്റെ ഒരു കണക്കൂട്ടൽ. ചിലർക്ക് ഇത് തന്നെ ആയി പോയെങ്കിൽ അതിന്റെ പിന്നിൽ വേറെ എന്തെങ്കിലും സ്ഥായിയായ കുഴപ്പം കാണും. ബ്യൂട്ടി പാർലർ ആഴ്ചയിലൊരിക്കൽ പോകാറുണ്ടല്ലോ.
ഇല്ല ഞാൻ അല്ലെങ്കിൽ ഈ കേരളത്തിലുള്ള ഏതോ വെളിയിലുള്ള ഏതെങ്കിലും ബ്യൂട്ടി പാർലർ പറഞ്ഞാൽ അന്ന് ഞാൻ ഈ പണി നിർത്തും. സ്വന്തമായിട്ടാണ് അതിന്റെ വിഷമം നിൽക്കാൻ വേണ്ടി ഈ പടം വിജയിച്ചു കഴിഞ്ഞാൽ ജിത്തു ജോസ് സാറിനോട് പറഞ്ഞിട്ട് സാറിനൊരു ബ്യൂട്ടി പാർലർ കയറ്റാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കിട്ടാൻ പോകുന്ന ഒരു ക്യാരക്ടർ എന്താണ്, അടുത്ത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ധാരണയില്ലല്ലോ. ഇല്ല. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടുകയാണെങ്കിൽ ഇപ്പൊ പറയാ ഒരു ചേട്ടാ, അത് നമ്മള് ഫസ്റ്റ് ഹാഫ് മുഴുവനും ചേട്ടൻ്റെ കുറച്ച് മുൻപുള്ള കാലഘട്ടം, ഒരു 45-50 വയസ്സിൻ്റെ ഉള്ള ഒരു പീരീഡാണ്. അതിനുശേഷം ചേട്ടന് ഒരു 60 വയസ്സിന് മേലിലോട്ടുള്ള പീരീഡാണ് കാണിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അപ്പോൾ ആ ഒരു ലുക്ക് തോന്നത്തക്ക രീതിയിൽ എന്തൊക്കെ വേണോ അതിനുവേണ്ട ശ്രമങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. ശരീരം കൊണ്ടില്ല, അല്ല മനസ്സിലുണ്ടാകും. മനസ്സിലുണ്ടാകുമ്പോഴാണല്ലോ ഇത് ശരീരം ചെയ്യാൻ വ്യായാമം അതൊക്കെ ഉണ്ടോ? ആ വ്യായാമമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും വ്യായാമമൊക്കെ ചെയ്ത് മടുത്ത ഒരാളാ. പിന്നെ ഇടക്കാലം കൊണ്ട് പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം വരുന്ന കഥാപാത്രങ്ങളൊക്കെ അങ്ങനെ ഇച്ചിരി വയറും ഒരു ചെറു തടിയൊക്കെ ഉള്ള ഒരു അമ്മാവനോ ഒരു ഒക്കെ ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ് കൂടുതലും വരുന്നത്. അപ്പൊ അതിനൊന്നും ഈ ചേഞ്ച് ഓവറിന്റെ ആവശ്യമില്ല. ഇനി അങ്ങനെ വന്നാൽ തന്നെയാണെന്നൊരിക്കലും ചേഞ്ച് ഓവറിൽ ഒരു ചേഞ്ച് ചെയ്ത് നമ്മൾ തയ്യാറായിട്ട് വരണമെന്നുള്ള രീതിയിൽ ഞാൻ വന്ന് ഒരു 1.5 വർഷം ഞാനൊന്ന് ശ്രമിച്ച് അതൊരു അട്ടർ ഫെയിലറായി പോയൊരു സംഭവമുണ്ട്. അത് പിന്നെ അന്ന് എനിക്ക് തോന്നിയിരുന്നു ഇതിൻ്റെ ഒന്നും ആവശ്യമുള്ളതല്ല എന്നെൻ്റെ മനസ്സ് അപ്പോഴും പറയുന്നുണ്ട്. ഇവിടെ ഇതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, അതിൻ്റെ കഥാപാത്രമല്ലേ, അതിനെന്തിനും നിനക്ക് നിൻ്റെ ക്യാരക്ടറുമായിട്ട് നിൻ്റെ രൂപമായിട്ട് ആ കഥാപാത്രം ചേരുമല്ലോ, പിന്നെ നീ എന്തിനാ കൂടുതൽ അതിനകത്ത് എന്ത് അർത്ഥത്തിലാണ് ചെയ്യുന്നതെന്ന് എൻ്റെ മനസ്സെപ്പോഴും എന്നോട് പറയുമായിരുന്നു. അപ്പോഴും ആർക്കൊക്കെയോ വേണ്ടി എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞാൽ എന്തിനോ വേണ്ടി ആർക്കൊക്കെ വേണ്ടിയിട്ട് ആരുടെയൊക്കെ ഇതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ശ്രമം. അതിൽ ഏറ്റവും വലിയ ഒരു അവസ്ഥ എനിക്ക് പറ്റിയത് ഞാൻ ചെയ്ത ഒരു പടത്തിൻ്റെ ബാക്കി ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അത് എന്നെ അഭിസംബന്ധിച്ചില്ല. ഞാനിപ്പോൾ പറയുന്നത് ഞാൻ എൻ്റെ ആ ഒരു ഇതിൻ്റെ പീക്ക് ടൈമിൽ ഞാനിതുവരെ അതിനെക്കുറിച്ചൊരു അക്ഷരം ഞാൻ പറയുന്നില്ല. പക്ഷേ അതെനിക്കൊരു വലിയൊരു വിഷമമായി പോയി. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് എനിക്കത് പോയി ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അദ്ദേഹം ഒരു പക്ഷെ ധരിച്ച് കാണുമായിരിക്കും എൻ്റെ ദാക്ഷ്യം കൊണ്ടോ എല്ലാം ആണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ ചേഞ്ച് ഓവറിൽ ഇരിക്കുന്ന സമയത്ത് ആ കഥാപാത്രം ഒരു പോലീസുകാരനാണ്. അത് ആ പടത്തിന് ഒരു പോലീസുകാരനാണ്. ആ പോലീസുകാരനായിട്ട് എനിക്ക് താടിയും ഒക്കെ നീട്ടി എനിക്ക് പോകാൻ പറ്റും. അപ്പോൾ ചേട്ടാ ഇന്നലായിരുന്നു ഞാൻ പറഞ്ഞപ്പോൾ താടി ഉണ്ട്, പ്രശ്നങ്ങളുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു താടി എടുക്കണം ചേട്ടാ, അല്ലാതെ പറ്റത്തില്ല. ഞാനവിടെ ചോദിച്ചപ്പോൾ എന്നെ അനുവദിച്ചില്ല. എനിക്ക് വലിയ വിഷമമായിപ്പോയി. പിന്നീട് അദ്ദേഹം അത് കഴിഞ്ഞ് പിന്നെ എന്നെ കാണുമ്പോൾ മുഖം തിരിച്ച് പോയി കളയും. അതെനിക്ക് വളരെയധികം വേദന ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഈ സമയത്തും. കാരണം എൻ്റെ തൊഴിലിനോട് ഇത്രയും കാലം ഞാൻ ജീവിച്ച് പോകുന്ന സാഹചര്യം, കല കൊണ്ട് ജീവിച്ച് അല്ലെങ്കിൽ സ്റ്റേജ് കൊണ്ടോ ക്യാമറയ്ക്ക് മുമ്പിലേക്ക് വരുന്നത് പിന്നീടാണ്, ഇപ്പോഴാണ്. അപ്പം അതിന് മുമ്പ് വരെ ഉണ്ടായിരുന്ന ആ ഇതിൽ എൻ്റെ കഥാപാത്രങ്ങൾക്കോ എൻ്റെ വേഷങ്ങൾക്കോ വേണ്ടി എന്തും ത്യാഗവും എന്ത് ബുദ്ധിമുട്ടും സഹിച്ചിരുന്ന ആളായിരുന്നു. അപ്പം അങ്ങനെ അതിനു വേണ്ടി ചെയ്തിരുന്ന ഒരാൾ എൻ്റെ ആ ഒരു വേഷത്തോട് കൂടി ഞാൻ നീതി പുലർത്താൻ സാധിച്ചില്ലല്ലോ എന്നുള്ള കുറ്റബോധം എനിക്ക് ഇപ്പോഴും ഉണ്ട്. അത് തീരത്തുമില്ല. ഇങ്ങനൊരു ഡാർക്ക് റിയാലിറ്റിയും കൂടി സിനിമയായിട്ട് സംബന്ധിച്ചിട്ടുണ്ടല്ലോ. നമ്മൾക്ക് ഒരുപാട് കഴിവുണ്ടാവും, അവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളായിരിക്കും, നമുക്കൊരു വേഷവും പറഞ്ഞിട്ടുണ്ടാവും, നമ്മൾ ഒരുങ്ങും, അവസാനം അതിന് ഏറ്റവും അവസാനം ഒരു ലാപ്പിലേക്ക് എത്തുമ്പോഴേക്കും പിന്നെ നമ്മൾ ഉണ്ടാവില്ല. അതൊരു വലിയ വേദനയാണല്ലോ സത്യം പറഞ്ഞാൽ കലാകാരെ സംബന്ധിച്ചിടത്തോളം. ഇത് അനുഭവിച്ചിട്ടുണ്ടോ? അത് പിന്നെ സ്വയം പാകപ്പെടുത്തി എടുത്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് ഒരു 2-3 സിനിമ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം ഒരു 2-3 ആഴ്ച മുമ്പ് ഒരു സിനിമ അങ്ങനെ സംഭവിച്ചു. അത് പക്ഷേ അവരുടെ കുറ്റമല്ല, എൻ്റെ കുറ്റമല്ല, അത് ആ സമയത്തിൻ്റെ കുറ്റമാണ്. അതാണ് നമുക്ക് പറഞ്ഞു വെച്ചിരുന്ന സിനിമകൾ, ഈവൻ എൻ്റെ ഡേറ്റ് വരെ ബ്ലോക്ക് ചെയ്ത സിനിമകൾ അവസാനം മാറിപ്പോയിട്ടുണ്ട്. ഇത് നമ്മൾ അറിയുമ്പോഴേ പ്രശ്നമുള്ളൂ. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർഡ് ആവും. അങ്ങനെ എനിക്ക് 2 പടം പോയിട്ടുണ്ട്. അങ്ങനെ ഒരാഴ്ചയോളം മൊത്തം ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്, ഒരാഴ്ചയോളം നിർത്താതെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് നമ്മൾ ഒരു തീരുമാനം എടുത്തു വരും. നമ്മളെല്ലാവരുടെയും ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ ഇനിയിപ്പോൾ എന്തെങ്കിലും ആട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു തീരുമാനം ആ ഒരു ലെവലിലേക്ക് വരും. ഇപ്പൊ നേരത്തെ ചോദിച്ചില്ലേ ഹെൽത്ത് വൈസ് നമ്മൾ ബോഡി ട്രിം ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ പഠിച്ചിട്ട് അവസാന നിമിഷത്തിൽ പടം
പടം തുടങ്ങുന്നതിന് ഒരാഴ്ച മുന്നേ നിന്നൊക്കെ മാറിപ്പോയിട്ടുണ്ട്. അങ്ങനെ ചിലപ്പോൾ മാറിയത് നമ്മൾ അറിഞ്ഞിട്ട് പോലും കാണത്തില്ല. ഇൻഫോം ചെയ്യാതിരിക്കുന്നുണ്ട്. ചിലർ അങ്ങനെ ചെയ്യും. പക്ഷെ എനിക്ക് അനുഭവം വന്നിട്ടുള്ള 2 പടത്തിന്റെ ഒരാഴ്ച മുന്നേ അവർ പറഞ്ഞു അയ്യോ സോറി കേട്ടോ, വേറെ കാര്യങ്ങളുണ്ട്, അവിടെ വേറെ ആർട്ടിസ്റ്റിനെ വെക്കേണ്ടതായിട്ട് വന്നു എന്ന് പറയാം. പിന്നെ നമുക്കിപ്പോ എന്നെ പറയണം ഞാനിവിടെ നിന്ന് കരയോ എന്നെ വിളിക്കൂ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഇൻഫോം വരെ ചെയ്യാതിരുന്നുണ്ട്. അത് പിന്നീട് ഞാൻ അങ്ങോട്ട് വിളിച്ചു ചോദിക്കുമ്പോൾ ആ സംഭവം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അറ്റ്ലീസ്റ്റ് അതിൽ നമ്മൾ അയച്ചു തന്ന ഡേറ്റിൽ നിന്ന് നമ്മളെ മാറ്റിയെന്ന് പോലും ചിലപ്പോൾ ഇൻഫോം ചെയ്യില്ല. ചിലവരങ്ങനെ പറയാനുള്ള ഒരു ഇത് കാണിക്കത്തില്ല. പക്ഷെ നമുക്ക് ഭാഗ്യം കൊണ്ട് ഓപ്പൺ ആയിട്ട് പറഞ്ഞ പല സിറ്റുവേഷൻസ് ഉണ്ടാവാം പ്രൊഡ്യൂസറുടെ ഭാഗത്ത് നിന്ന് പല പല. പക്ഷെ അത് തുറന്ന് പറയണം. നേരത്തെ അത് വർക്കൗട്ട് ആവില്ല എന്നാണ് പറയുന്നതിന് എന്താ കുഴപ്പം എന്താണ്? പക്ഷെ നമ്മളതിനെ കാണുന്നത്, ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് എനിക്കുള്ളത് എനിക്ക് തന്നെ വരും. എനിക്കുള്ളത് എനിക്ക് വരും, അതെനിക്ക് ഉറപ്പാണ്. അപ്പൊ ഇതെനിക്ക് വന്നില്ലെങ്കിൽ അതെനിക്കുള്ളതല്ല, അങ്ങനെ വിചാരിക്കാനാണ്. അങ്ങനെയൊക്കെ കുറെ പഴഞ്ചൊല്ലുകൾ ഏത് സങ്കടം ഇപ്പൊ നമ്മളെ മറ്റേ നെറ്റി അടിച്ച് പൊളിഞ്ഞു അപ്പൊ പറയാണ് ഭാഗ്യം കണ്ണി കൊള്ളേണ്ട നെറ്റി പൊളിഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഈ പഴഞ്ചൊല്ലുള്ളതുകൊണ്ട് പ്രശ്നമല്ല. അതെന്തിനാ നമ്മുടെ മനസ്സിനെ സമാധാനിപ്പിക്കാൻ നമ്മൾ കണ്ടെത്തുന്ന ഒരു ഇതാണത്. അപ്പോൾ ഞാൻ തന്നെ വിചാരിച്ച എനിക്ക് 17 കിലോ ഞാൻ കുറച്ചു എൻ്റെ വെയിറ്റിൽ. ഒരു കാര്യമില്ല, അവിടെയുള്ള ഡബ്ബിലുള്ള ജിമ്മിലുണ്ടായിരുന്ന സർവ്വ സാധനങ്ങളും എടുത്തിട്ട് കൈകാര്യം ചെയ്ത് അങ്ങനെ ഇതൊക്കെ ആയിട്ട് ചെയ്തു. അപ്പോൾ ഇതൊക്കെ ഇത് പിന്നീട് ഇത് ഓർക്കുമ്പോൾ കോമഡി ആയിട്ടാണ് തോന്നുന്നത്. എന്തൊരു ബഹളമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൂ. ആ പ്രൊഡക്റ്റ് കണ്ടിട്ട് പിന്നെ തൃപ്തി തോന്നിയോ? ഇല്ല, ഞാൻ കണ്ടില്ലല്ലോ, ഞാൻ കാണുകയില്ല. അതെങ്ങനെ കാണും? നമുക്ക് അങ്ങനെ കാണാൻ പറ്റും? ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കാണില്ല. അറിയോ സിനിമ അറിയോ? അല്ലെ അത് ഞാൻ പറഞ്ഞ നേരത്തെ നമ്മുടെ എന്നെ കൃഷ്ണപ്രഭയുടെ സിനിമയെ പറ്റി പറഞ്ഞല്ലോ. ഞാൻ കാണില്ല. അത് കുറെ ഊഹാപോഹങ്ങൾ ഇങ്ങനെ പറയുന്നു, അതിന് ആൾക്കാരെ ഊഹിച്ചെടുത്തോളാം, ഞങ്ങൾക്കറിയില്ല. അത് വലിയൊരു സ്കെയിലിൽ വന്നൊരു വലിയ സിനിമയായിരുന്നു അത്. ഞാൻ കാണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ പക്ഷെ എനിക്കത് വാഗ്ദാനം ചെയ്ത് തന്ന ആളിനെ ഓർമ്മ വരുന്നത്. ആളിനോട് എനിക്ക് ഒരു ഇതാകാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഓർത്തിട്ട് എനിക്കൊരു വിഷമമുണ്ട്. അതെ അതെ, ഈ 2ാം ജീവിതത്തിന് അദ്ദേഹത്തിന് വലിയ അർത്ഥമുണ്ടല്ലോ. അതെ, തീർച്ചയായിട്ടും. അതെ, കാരണം പിന്നെ അതിനകത്ത് ഒരുപാട് സംഭവങ്ങളുണ്ട്, അതിനകത്ത് ഘടകങ്ങൾ. ഇപ്പൊ ആക്ടേഴ്സിന് ഈ പറഞ്ഞ പോലെ അവസരങ്ങൾ വരണം, അതിന് പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഏരിയയും കൂടി ഉണ്ടല്ലോ. അതായത് ഇപ്പൊ നെറ്റ്വർക്കിംഗ് ചെയ്യാം, പിന്നെ കാത്തിരിക്കാം, അത്രയല്ലേ പറ്റുള്ളൂ. അത് ഞങ്ങൾ ഇടയ്ക്ക് ഫോണിൽ സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, അതിന് 2ാമത് പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ടവരെ ഞങ്ങള് കാത്തിരിക്കാം. ദിനേശന് കുറെ കിട്ടുന്നുണ്ടല്ലോ. അല്ല, അതാ പറഞ്ഞ ആ കാത്തിരിപ്പിൽ കിട്ടുന്നത് മാത്രമേ ഉള്ളൂ, നെറ്റ്വർക്കിംഗ് ഇല്ല. എന്നുവെച്ചാല് നമ്മളിപ്പോ ആദ്യത്തെ ഇപ്പൊ ഞങ്ങളും മിക്കവരും, പ്രത്യേകിച്ച് ഞാനും ദിനേശനൊക്കെ ഒരുപാട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ചാൻസ് ചോദിച്ച് നടന്ന് സിനിമയിൽ വന്ന ആൾക്കാരാണ്. സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് എല്ലാവരും അതെ, എന്നാലും കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്നത് ദിനേശനും ഞാനുമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. അവസരങ്ങൾ ചോദിച്ച് ആദ്യഘട്ടങ്ങളിലൊക്കെ ചാൻസ് ചോദിച്ച് ചെറിയ വേഷങ്ങൾ ചെയ്ത് പിന്നെ കുറച്ച് ഡയലോഗ്സ് ഉള്ള കിട്ടി തുടങ്ങി, പിന്നെ 1 സീനായി 10 സീനായി അങ്ങനെയൊക്കെ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ചിലര് ചോദിക്കും അയ്യോ 1 സീനായിട്ടും എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്, ചിലർ അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല, നിറയെ വരട്ടെ എന്നൊക്കെ പറയണം. അങ്ങനെയല്ല, അപ്പൊ ഞങ്ങൾ ഇപ്പോഴും വിചാരിക്കുന്ന 1 സീനാണേലും വിളിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കും. 2 സീനുകൾ അത് വലിയ. അതെ അതെ, എണ്ണത്തിലല്ല, നമ്മൾ 1 സീനിലാണേലും നമ്മൾ വിളിക്കുന്നതിലും പിന്നെ പെർഫോം ചെയ്യുന്നതിലുമാണ്. ആദ്യമൊക്കെ ചോദിക്കുമായിരുന്നു. ഇപ്പോഴത്തെ ഏറ്റവും വലിയ കോമഡി എന്നറിയാം, നമ്മൾ ഈ പറഞ്ഞ പോലെ അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക, ഇപ്പൊ നേരത്തെ കാത്തിരിക്കുകയാണ്. അതെ, പക്ഷെ ഇപ്പൊ വരുന്നതെല്ലാം ഇപ്പൊ നമ്മൾ എനിക്ക് നല്ല ക്യാരക്ടേഴ്സ് വന്നിട്ടുള്ളതെല്ലാം ഞാൻ പോലും വിചാരിക്കാത്ത ആൾക്കാർ എന്നെ വിളിച്ചിട്ട്. പക്ഷെ ഇപ്പോ വേറെ ചില ആൾക്കാര് നമ്മളെ വിളിക്കും, ചേട്ടാ ഉഗ്രൻ ക്യാരക്ടർ ഉണ്ട് കേട്ടോ, എന്നിട്ട് അതിന്റെ സബ്ജക്റ്റും കഥയൊക്കെ പറഞ്ഞിട്ട് പറയും, ചേട്ടൻ്റെ പ്രൊഡ്യൂസർ പോലെ ഉണ്ടോ? അപ്പൊ നമ്മൾ പ്രൊഡ്യൂസറെയും കൂടെ റെഡിയായി കൊടുക്കണം, എങ്കിലേ ആ ക്യാരക്ടർ ഞാൻ ചെയ്യാൻ പറ്റുള്ളൂ. ആ അവസ്ഥയിലേക്കാണ്. സംഘടിപ്പിച്ചു കൊടുക്കേണ്ട. അതെ, പ്രൊഡ്യൂസറെ നമ്മൾ സംഘടിപ്പിച്ചു കൊടുക്കണം.
അതാണ് ഈ ആദ്യഘട്ടങ്ങളിലൊക്കെ നമ്മൾ കുറച്ചുകൂടെ ചാൻസ് ചോദിക്കാൻ ഇപ്പൊ ചാൻസ് chance ചോദിക്കുന്നുണ്ടെങ്കിൽ ചോദിക്കാനൊരു- കൂടിയും കുറെ പേരൊക്കെ അങ്ങനെ പരിചയമില്ലാത്തവരും ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇതെങ്ങനെ പുതിയ കോൺടാക്ട് ഡയറക്ടേഴ്സ് വന്നു, പിന്നെ ഇങ്ങനെ എനിക്കൊരു അവസരം തരുമെന്ന് ചോദിക്കാനൊരു മടി, അതൊരു പ്രശ്നം. അപ്പൊ പലരും പറയുന്നു അങ്ങനെ ചോദിച്ചാലേ ഇപ്പൊ കിട്ടുള്ളൂ, ഇപ്പൊ കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കൈൻഡ് ഓഫ് നെറ്റ്വർക്കിംഗ്, ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാകുക, അല്ലെങ്കിൽ ഗ്രൂപ്പുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിരിക്കുക, അങ്ങനെയൊക്കെയാണ്. ദിനേശേട്ടൻ അങ്ങനെ കുറെ ഗ്രൂപ്പുകളില്ലേ? ഇല്ല, ആപ്പിൾ ഷൈൻ ടീം, വിനീത് ശ്രീനിവാസൻ ടീം, ഇവരുടെയൊക്കെ സ്ഥിരമായിട്ടുള്ള പടങ്ങളിൽ കാണാലോ. ഇല്ല, എബ്രിഡ് ഷൈനിന്റെ എല്ലാ 2013 ഫോണിലൂടെ ഡയറക്റ്റുള്ള ബന്ധങ്ങളല്ല. അല്ലല്ല 2013 ആക്ഷൻ ആ പടത്തിന്റെ പേരെന്താ, നമ്മുടെ 1983 അഭിനയിച്ചതിന് ശേഷം ഞാനിപ്പോ 2026 സ്മൈലാണ് അഭിനയിക്കുന്നത്. ഓ, പക്ഷെ അങ്ങനെ തോന്നലുണ്ട് കേട്ടോ, കൊറേ സിനിമ അനൂപ് മേനോൻ ടീമിന്റെ അങ്ങനെ ഉണ്ടെന്ന് തോന്നും. അതാണ് അങ്ങനെ ആ ഒരു തോന്നൽ നമ്മൾ സ്ഥിരമായിട്ട് വിളിച്ച് ചാൻസ് ചോദിച്ചിരുന്നവര് ഇപ്പൊ ബാക്ക് ടു ബാക്ക് സിനിമ എടുക്കാത്തവരും ഉണ്ട്. അങ്ങനെ പുതിയ ആൾക്കാരെ നമുക്ക് തീർത്തും അങ്ങനെ അറിയില്ല. ഇപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പൊ മറ്റേ മാഗസീൻ നോക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ഇപ്പം സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ കൂടിയും എങ്ങനെ കോണ്ടാക്ട് ചെയ്യും എന്നുള്ളത്. വാഴയുടെ ഒക്കെ ഡയറക്ടറുടെ പേര് ഞങ്ങൾ വാഴ സിനിമ കാണുമ്പോഴാണ് അതിന് നമുക്ക് പരിചയമില്ല. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ആ കാലം ഇനി വേണം കണ്ടുപിടിക്കാൻ. ഇൻസ്റ്റാഗ്രാമിൽ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ പക്ഷെ അവരെ വിളിച്ചിട്ട് ഇങ്ങനെ ഞാൻ ഇന്ന ആളാണ്, എനിക്ക് അടുത്ത പടത്തിന് അവസരം തരും ചോദിക്കാനൊരു മടി. പറഞ്ഞാൽ അവരെ നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പൊ ഇത്രയും ഇങ്ങനെ ചിരിച്ച് കാര്യങ്ങൾ കളയുന്നത് കൊണ്ടേ ഇപ്പൊ ചില വിവാദങ്ങളൊക്കെ വന്നിരുന്നല്ലോ കൃഷ്ണപ്രഭയെ അസോസിയേറ്റ് ചെയ്തിട്ട്. മനുഷ്യത്വമില്ലാത്ത സ്ത്രീ എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ വിഷ്ണുവിനെ പറ്റിയ ഒരു കാര്യം പറയട്ടെ. ഞാൻ എപ്പോഴും വിഷ്ണുവിനെ ഇങ്ങനെ ഭയങ്കര വേണമെങ്കിൽ കോംപ്ലിമെന്റ് ആയിട്ട് എടുക്കാം. ഞാൻ എപ്പോഴും നോട്ടീസ് ചെയ്യുന്ന ഒരു ആങ്കറാണ്. അല്ല, എനിക്ക് ഇത്ര നേരം സംസാരിച്ചത് തോന്നിയിട്ടില്ല. അല്ലല്ല, ഞാൻ നോക്കാറുണ്ട്. ഞാൻ പ്രാവശ്യം ഏതൊരു ഇന്റർവ്യൂവിൽ അടിയിൽ കമന്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. മനുഷ്യത്വം ഇല്ലേ? ഇല്ലേ, ഇവരോട് ചോദിക്കുക. ഞാൻ അല്ല, ഇത് ഈ ചിരിച്ച് കളയുന്നോണ്ട് അത് മനസ്സിൽ നിൽക്കുന്നില്ല, അങ്ങനെയുണ്ടോ? ഇല്ലില്ല, അതെന്താ അറിയോ, ഞാൻ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് റിവ്യൂസ് കേട്ടിട്ടുള്ള എന്റെ ചിരിയുടെ കാര്യത്തിലാണ്. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് മാട്ടനൊക്കെ എന്നെ ഓടിച്ചിടുന്നു. ഞാൻ വിചാരിച്ചു ഈ ദിനേശ് എന്നൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് സെറ്റിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ആനുമേലൊക്കെ ഇരുന്ന് ചിരിക്കും. ഞാൻ പയ്യെ മാട്ടിനെ നോക്കും, മാട്ടിന്റെ എക്സ്പ്രഷൻ പോലെ മാറുന്നുണ്ടെന്ന്. പക്ഷെ മാട്ടൻ കൂളായതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ പലപ്പോഴും നെഗറ്റീവ് ഇത് കേൾക്കുന്നത് എനിക്ക് തോന്നണേ ഞാൻ നന്നായി ചിരിക്കും, ചെറിയ കാര്യങ്ങൾക്കും ചിരിക്കും. അപ്പൊ എല്ലാവർക്കും അതൊരു ഭയങ്കര ഇവർക്ക് ഒന്നിനും ഒരു സീരിയസ്നെസ് ഇല്ല എന്നുള്ളൊരു ധാരണയുണ്ട്. ആക്ച്വലി നമ്മൾ എല്ലാത്തിനും അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എന്റെ ഒരു ധാരണ. മെന്റൽ ഹെൽത്ത് തൊടുമ്പോ ചിരിക്കാൻ പാടില്ലായിരുന്നു, അങ്ങനെ ആലോചിച്ചില്ല. ഇല്ല, ആവശ്യം മെന്റലി നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണോണ്ടല്ലേ ചിരിക്കുന്നത്. ഞാൻ ആരെയും ഒരാളെ ഒരു വ്യക്തിപരമായിട്ട് ഇന്ന ആൾക്ക് ഇതിന്റെ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. കുറെയൊക്കെ നമ്മള് കൂട്ടിൽ എന്താ പറയാ കൂടുതലാക്കി പറയുന്നു ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പലരും പല രീതിക്ക് അനുസരിച്ചാണ് അത് എടുത്തത് എന്നുള്ളത്. ഞാൻ നോക്കിയപ്പോ കുറെ ആൾക്കാർ ആളുകൾ റിയാക്ട് ചെയ്യുന്നു, സെലിബ്രിറ്റീസ് അടക്കം പക്ഷെ ഇതിന് മുന്നേ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വിചാരിച്ചിട്ടോ ഈ പറഞ്ഞ സെലിബ്രിറ്റീസ് ആരും എന്നെ നേരിട്ട് വിളിച്ച് എന്നെ വഴക്ക് പോലും പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഞാൻ നോക്കിയപ്പോ ഇവരൊക്കെ ഇല്ലാത്ത സ്ത്രീ ഭയങ്കര അതൊക്കെ കുറവാ. എനിക്ക് അതൊക്കെ ഇവിടെ പറയാൻ പറ്റില്ല, എന്റെ ചാനലല്ലേ. ഞാൻ ഫസ്റ്റ് കണ്ടപ്പോ തന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ടോ എന്ന് പറഞ്ഞു. ആ ചേട്ടാന്ന് പറഞ്ഞു. പക്ഷെ 2 ദിവസം കൊണ്ട് അത് കൈവിട്ട് പോയി. ഭയങ്കര ഇതായിരുന്നു. ഞാൻ പിന്നെ മൈൻഡ് ചെയ്തില്ല കേട്ടോ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ വേണമെങ്കിൽ വിചാരിക്കാം ഇവർക്ക് ഒന്നിനും ഒരു സീരിയസ്നെസ് ഇല്ലല്ലോ എന്ന് പറഞ്ഞ പോലെ അല്ല. അതിനൊക്കെ കുത്തിപ്പിടിച്ച് മറുപടി എഴുതാൻ പോയത് വലിയ സംഭവം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സംഭവം ആളി കത്തിക്കൊണ്ടിരിക്കുമ്പോൾ 4 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ MG സാറിന്റെ ഷോയ്ക്കാണ് എന്റെ ന്യൂസിലാൻഡിന് പോവായിരുന്നു. അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് ശ്രദ്ധിക്കാനുള്ള നേരം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ അങ്ങ് പോവുകയും ചെയ്തു. എന്നിട്ട് ഇവര് കുറെ പേര് എഴുതി ഇവരൊന്നും ഒരു മറുപടി പോലും ഇല്ല, ഒരു സോറി പോലും പറഞ്ഞില്ലല്ലോ. ഞാൻ ചെയ്താലും കൈവിട്ട് പോയി, എന്നാ പിന്നെ പോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനൊരു മനസാക്ഷി ഇല്ലാത്ത ഇപ്പൊ ഇത്ര നേരത്തെ ഇന്ററാക്ഷനിൽ എനിക്ക് വളരെ ചുമ്മാ അല്ല. നേരത്തെ ഞാൻ കണ്ടായിരുന്നു വിഷ്ണു അപ്പൊ എന്നെ നോക്കുന്നതിനും ഞാൻ വിചാരിക്കുകയും ചെയ്തു വിഷ്ണുവിനെ ഞാൻ പലതവണ ഞാൻ വിഷ്ണു ഇന്റർവ്യൂ ചെയ്യുന്നതിന് തന്നെ ഞാൻ കമന്റ് ഇട്ടിട്ടുണ്ട് നല്ല ആങ്കർ ആണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിക്കുന്നു ഒന്ന് പരിചയപ്പെടണമല്ലോ. എന്നെ നോക്കുന്നില്ല, മനസാക്ഷി ഇല്ലാത്ത സ്ത്രീയെ ഇന്റർവ്യൂ. കൃഷ്ണൻ ഇപ്പഴാ കൈ കിട്ടിയത്. ഞങ്ങൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇന്റർവ്യൂലും കാണാറുണ്ട്. വിഷ്ണു ആദ്യമായിട്ടാ മനസാക്ഷി ഇല്ലാത്തൊരു സ്ത്രീ. അങ്ങനെ തോന്നിയോ? ഏകദേശം ഞങ്ങൾ 2 മാസത്തോളം ഒരുമിച്ചുണ്ടായിരുന്നു. ചിലപ്പോ നമ്മള് പറയാൻ ഉദ്ദേശിച്ചത് തന്നെ അങ്ങനെ തന്നെ തിരിച്ചു വരണമെന്നില്ല.
പിന്നെ ഒന്നാമത്തെ കാര്യം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നമ്മള് പറയുന്നതും ആയിരിക്കില്ല, വാലും തുമ്പും എല്ലാം കട്ട് ചെയ്തിട്ട് കൂട്ടി യോജിപ്പിക്കും. നമ്മൾ ആ സമയത്ത് പറയാൻ വിചാരിച്ച കാര്യമായിരിക്കത്തില്ല പറയുന്നതും. ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഉൾക്കൊള്ളാൻ പറ്റാത്ത അഭിപ്രായങ്ങളൊക്കെ പറയുന്ന ചില ആളുകളുണ്ട്. അവര് റിയൽ ലൈഫിൽ വളരെ കമ്പാഷനേറ്റ് ആയിട്ടുള്ള ആളുകളാണ്. അങ്ങനത്തെ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. സംസാരിച്ച സോഷ്യൽ മീഡിയ പേഴ്സോണ വേറെ ആയിരിക്കും അവരുടെ, അല്ലെങ്കിൽ അവർ ആ മൊമെന്റിൽ പറഞ്ഞ കാര്യം വേറെ ആയിരിക്കും. അപ്പം അതിനെ ഇതാക്കാനൊന്നല്ല, ഞാൻ അത് എത്ര ബാധിച്ചു എന്നറിയാൻ വേണ്ടി മാത്രമേ ചോദിച്ചുള്ളൂ. മൂഡിൽ നമ്മളിത് സംസാരിക്കുമ്പോഴേ ചില കാര്യത്തെ കുറിച്ച് നമ്മൾ ഇത് അതിന് ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ക്വസ്റ്റിനെ അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല. ഇതൊന്നും പറഞ്ഞ കൂട്ടത്തിനൊക്കെ പറഞ്ഞു പോയതാണ്. ഈ കോലാഹലം ഉണ്ടാക്കിയവരാരും അതിന്റെ ഫുൾ ഇന്റർവ്യൂ കണ്ടിട്ടുമില്ല. അപ്പൊ എന്തുകൊണ്ട് അതങ്ങനെ പറഞ്ഞു? ഞാൻ പറയാൻ പറ്റുന്നത്, നമ്മള് ഇപ്പൊ ഒരു ഇന്റർവ്യൂവിൽ പറയുന്ന കാര്യങ്ങളുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത ടൈറ്റിലായിരിക്കും ആ ടൈറ്റിലാണ് ഇത് ശരിക്കും. അതിപ്പോ നിങ്ങളെ പോലുള്ളവരല്ല, ബഡ്ഡിങ് ആയിട്ടുള്ള ചില ചാനലുകാർ അവർക്ക് റീച്ചിന് വേണ്ടിയിട്ട് പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾ പണ്ട് സംസാരിച്ചു, ഞാൻ പറഞ്ഞിട്ടുണ്ട് തിലകൻ ഒരു സാധനം ഞാൻ ഒരിക്കൽ കാണാം. മമ്മൂട്ടി ഒരു മികച്ച നടനല്ല, തിലകൻ തുറന്ന് സംസാരിക്കുന്നു. അപ്പോ അയ്യോ മമ്മൂട്ടിയെ കുറിച്ച് ഇങ്ങനെ പറയുക, മമ്മൂട്ടി ഒരു മികച്ച നടനല്ല എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്ന് പുള്ളി പറയുന്നില്ല. അത് കട്ട് ചെയ്ത് കളഞ്ഞു. ഇതിനകത്ത് വേറൊരു വലിയ പ്രശ്നം എന്നറിയോ, ഈ ഹെഡ്ലൈൻ വായിക്കുന്നതോട് കൂടി അങ്ങനെ മമ്മൂക്കയുടെ സാധനം ഉണ്ടല്ലോ, മമ്മൂക്കയ്ക്ക് ഭ്രാന്താണ് എന്ന് പറഞ്ഞില്ല, അഭിനയത്തോടാണ് ഭ്രാന്ത്. ഇപ്പൊ ദിനേശ് പറഞ്ഞൊരു കാര്യം എനിക്കുണ്ടായിട്ടുണ്ട്. അതായത് ഞാൻ എൻ്റെ അടുത്ത് നിങ്ങളെ പോലുള്ള ഇന്റർവ്യൂ എടുക്കുന്ന ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ടല്ലോ, അപ്പൊ നമ്മുടെ അടുത്ത് അത് ചോദിക്കേണ്ട ഒരു കാര്യമല്ല. പക്ഷെ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ അതിന് മറുപടി പറയും. അങ്ങനെ എൻ്റെ അടുത്ത് ഒരു ദിവസം ഒരാൾ ചോദിച്ചു, മമ്മൂക്കയും തിലകൻ സാറോട് ഭയങ്കര ഉടക്കായിരുന്നല്ലേ? ഞാൻ പറഞ്ഞു, ആര് പറഞ്ഞു? അവർ തമ്മിൽ ഉടക്കൊന്നുമില്ല, അവർ എത്രയോ സിനിമകളിൽ ഒന്നിച്ച് അഭിനയിച്ചിരിക്കുന്നൊന്നുമില്ല. പിന്നെ ഇവർ രണ്ടുപേരും ഏകദേശം ഒരേ ഞാൻ പറഞ്ഞതാണ് എൻ്റെ നിഷ്കളങ്കം എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ ഞാൻ സ്വാഭാവികമായിട്ട് പറഞ്ഞു പോയൊരു മറുപടിയാണ്. ഞാൻ പറഞ്ഞു, അവർ രണ്ടുപേരും ഏകദേശം ഒരേ സ്വഭാവം ഉള്ള ആൾക്കാരാണ്, രണ്ടുപേരും എല്ലാം ഓപ്പണായിട്ട് തുറന്ന് പറയുന്ന ആൾക്കാരാണ്. അപ്പൊ അവർ രണ്ടുപേരും ചേരുമ്പോൾ ചിലപ്പോൾ ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടാവും, അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അത് അവർ ഇപ്പൊ ഞങ്ങളിപ്പോ തമാശ പറയില്ല അങ്ങോട്ടും എന്ന് പറഞ്ഞ പോലെ അവർ തമ്മിൽ ഈ തമാശ പറയുന്നത് കുറച്ച് സീരിയസ് ആയിട്ടാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞ് അച്ഛൻ തന്നെ പറഞ്ഞിട്ടുള്ളൊരു ഉദാഹരണം, അച്ഛൻ പണ്ട് ഇതിനെ കുറിച്ച് ഞങ്ങൾ തന്നെ സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്തതല്ല, അച്ഛൻ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു. അതായത് ഇവർ തമ്മിലുള്ള വഴക്കിന്റെ കാരണം എന്താ, ആ കാരണത്തിന് ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. ഇപ്പോൾ ഒരു കസേരയിൽ ഇരുന്ന് രണ്ടുപേരും ചായ പിടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ കസേരയുടെ കൈയുണ്ട്, ആ കയ്യിൽ മമ്മൂക്ക ഈ ചായ കുടിച്ചിട്ട് ഈ കസേരയുടെ കയ്യിൽ ഈ ഗ്ലാസ് വെച്ചു. ഉടനെ അച്ഛൻ അവിടെ എടുത്തു, ഇപ്പോൾ ഒരു ഇടിവെട്ടിയ താനെന്ത് ചെയ്യും? ഉടനെ മമ്മൂക്ക, ഇടിവെട്ടുന്നതിന് ഒരു മിന്നൽ വരില്ലേ, അന്നേരം ഞാൻ ഈ ഗ്ലാസ് എടുത്ത് മാറ്റും. ഇത് പറഞ്ഞ് ഇവർ തമ്മിൽ, ഇതാണ് ഇവർ തമ്മിലുള്ള പ്രശ്നം. ഞാൻ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് പറഞ്ഞതിന് അവർ ഹെഡിങ് കൊടുത്തതെന്നറിയോ, മമ്മൂട്ടി വഴക്കാളിയാണെന്ന് ശോഭിച്ചു. എന്നിട്ട് മമ്മൂട്ടിയുടെ പടവും എന്റെ പടവും. ഇതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താന്ന് കേൾക്കാത്തവര് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നല്ലേ വിചാരിക്കൂ. ഓഹോ ഇവരങ്ങനെ പറഞ്ഞില്ലേ? മമ്മൂക്ക് ഇതൊന്നും വായിക്കത്തില്ല. മമ്മൂക്ക ഓഹോ അവൻ എന്നെ കുറിച്ച് അങ്ങനെയൊക്കെ പറയാറേ പറഞ്ഞു കാണും, എനിക്കറിയാം. നല്ല മനസ്സിലൂടെയാണ് അത്, അങ്ങനെ ചിന്തിക്കില്ല. ദൃഢം റിലീസാവുന്നു, ഒരുപാട് നല്ല മലയാള സിനിമകളോട് റിലീസാവുന്ന ബഞ്ചിലേക്കാണ് ദൃഢം എത്തുന്നത്. ഫൈനലായിട്ട് എന്തുകൊണ്ട് ആളുകൾ ദൃഢത്തിൽ മാത്രം കാണുന്ന ഒരു വ്യത്യസ്തത എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ? മാത്രം കാണുന്നല്ല, അല്ല ഐ മീൻ ദൃഢത്തിലുള്ള ഒരു സ്പെഷ്യാലിറ്റി, ഒരു യൂണിക്നെസ്. നല്ലൊരു സിനിമയായിരിക്കും, ഇതെല്ലാവരും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. എല്ലാ ഒരു സാധാരണക്കാർക്കും ഒരു ഇങ്ങനെ ഒരു തുടക്കം, എല്ലാ ജോലിക്കും തുടക്കം ഉണ്ടല്ലോ, ഇങ്ങനെ തുടക്കത്തിലേക്ക് പ്രവേശിച്ച് എല്ലാവർക്കും ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. അതായത് അത് രമേശ് ചേട്ടൻ മുമ്പത്തെ പറഞ്ഞു, എന്ത് ജോബിനായാലും ഒരാള് ഇപ്പൊ ഇന്റർവ്യൂവർ ആയിട്ട് ഒരാൾ വരുന്നു, അയാള് ഫസ്റ്റ് ഇന്റർവ്യൂ എടുത്തു തുടങ്ങുമ്പോൾ ഭയങ്കര പേടി ഉണ്ടാവില്ല. അയാളെ വന്നിരിക്കുന്ന ആളെ ചോദ്യം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അയാൾ പതറിപ്പോ എന്ന് പറഞ്ഞ പോലെ ഒരു അല്ല, ജോബ് എന്നുള്ളതല്ല, നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ വരില്ലേ, ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ തേടി വരും. അതിനെ നമ്മൾ എങ്ങനെ തരണം ചെയ്യുന്നു, അങ്ങനെ എങ്ങനെ തരണം ചെയ്തു അതിനെ മറികടന്ന് പോകുന്നു. അങ്ങനെ പോകേണ്ടി വരുമ്പോൾ നമ്മൾ പല ഏരിയകളിലും പല സ്ഥലങ്ങളിലും നമ്മൾ ദൃഢമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അത് ഈ പറയുന്ന വിജയ് എന്ന എസ്ഐ അയാളുടെ ജീവിതത്തിലെ ആദ്യത്തെ പോസ്റ്റിംഗ് ആണ്. അപ്പോൾ ആ പോസ്റ്റിങ്ങിൽ അയാൾ ആ സ്റ്റേഷനിൽ വരുന്ന പ്രശ്നങ്ങളെ അദ്ദേഹം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അവിടെ എവിടെയൊക്കെ
ബോൾഡായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമയിലൂടെ പറയുന്നത്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ പറയുന്നത് ഒരു പോലീസിന്റെ ബാക്ക്ഡ്രോപ്പിലാണ്. പ്ലാറ്റ്ഫോമിലാണെന്നുള്ളതേ ഉള്ളൂ. അല്ല, അങ്ങനെ ദൃഢമായ ആ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ആ മിഷൻ സക്സസ് ആയി. ഓക്കെ ഓക്കെ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ആ ഒരു ബോൾഡ് ഡിസിഷൻസ് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി ആളുകൾ കാണട്ടെ. കുറെ അഭിനേതാക്കളുണ്ട് ഞങ്ങളല്ലാതെ. അതെ അതെ അതെല്ലാം തിയേറ്ററിൽ വരുമ്പോൾ ആൾക്കാർ കാണാം. സർപ്രൈസുകളൊക്കെ ആളുകൾ തിയേറ്ററിൽ കാണട്ടെ. കൂടെ ജിത്തു സാറിന്റെ സൂപ്പർവിഷനിൽ ഒരു സിനിമ വരുന്നു എന്ന് പറയുമ്പോൾ പ്രതീക്ഷയും വിശ്വാസവും ഒക്കെ ഉണ്ടല്ലോ. അത് ഡെഫിനറ്റ്ലി ദൃഢത്തിന് ഒരു ആഡ് ഓൺ ആവട്ടെ. എല്ലാവരുടെ നേരത്തിന് ഒരുപാട് നന്ദി. നല്ല നമസ്കാരം. താങ്ക് യു. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.